തൃശൂർ കുതിരാൻ മേഖലയിൽ ഭീതി പടർത്തും വിധം കാട്ടാനയുടെ ശല്യം തുടരുന്നു. പ്രദേശത്തെ ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്തുന്ന കാട്ടാനയെ പേടിച്ച് പുറത്തിറങ്ങാൻ പോലും ആവാത്ത സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. ആനയെ പിടികൂടാൻ വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചതോടെ ആശ്വാസമുണ്ടെങ്കിലും ശല്യക്കാരനായ കൊമ്പനെ പിടികൂടി ദൂരസ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുതിരാൻ തുരങ്കം യാഥാർത്ഥ്യമായതോടെയാണ് പീച്ചി വാഴാനി മേഖലയിൽ ഉൾപ്പെടുന്ന മേഖലയിൽ ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായത്. കാട്ടുപന്നിയും കുരങ്ങും മയിലും മലയണ്ണാനുമെല്ലാമായിരുന്നു മുൻപ് കൃഷിക്കും സ്വൈര്യ ജീവിതത്തിനും തടസ്സമായിരുന്നതെങ്കിൽ ഇപ്പോൾ ആനകളെ പേടിച്ച് പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയിലാണ് പ്രദേശവാസികൾ ഒന്നാകെ. രണ്ടാഴ്ചയായി മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ നിരന്തരം ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരാതി ഉയർന്നതോടെ വനമന്ത്രി പ്രദേശത്ത് നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ മന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും വേണ്ട വിധത്തിൽ നടപടികൾക്ക് വേഗതയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, നമുക്ക് ജനങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾ വയസ്സായവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും ഒക്കെയാണ്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അധികം ഇല്ലാത്തവരാണ്, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അവരൊക്കെ വൈകുന്നേരം 8 മണി 9 മണി 10 മണി ഓട്ടോ ഡ്രൈവർമാരാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സംരക്ഷണം സാറുമാർ തരുന്നുണ്ട്, അതിൽ കാര്യമില്ലല്ലോ. ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. സോളാർ ഫെൻസിങ്ങുകൾ മറികടന്നാണ് ആന ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ച് ആനയെ കാട് കയറ്റാനുള്ള നീക്കമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇന്ന് ദൗത്യത്തിന് തുടക്കമിടും. എന്നാൽ ആനയെ കുതിരാൻ മേഖലയിലേക്ക് കയറ്റുന്നതിന് പകരം പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണമെന്നാണ് ആവശ്യം. ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന തങ്ങളെ കേൾക്കാൻ വനംവകുപ്പ് തയ്യാറാകണം. ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നും കുതിരാൻ നിവാസികൾ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.